ഡി രമേ, എന്താ ചേച്ചി? നീ ഇതുവരെ തൂത്തുവാരി കഴിഞ്ഞില്ലേ? ദേ ഇപ്പൊ കഴിയും ചേച്ചി, ഈ ഭാഗം കൂടെ ഉള്ളൂ. ദേ നീ ഇതൊക്കെ തൂത്തുവാരി കഴിഞ്ഞിട്ടേ കുറച്ച് തുണി അലക്കാൻ ഇട്ടിട്ടുണ്ട്, അതും കൂടെ അങ്ങ് നനച്ചിട്ടേക്ക്. ശരി ചേച്ചി. പിന്നെ കളറ് പോവാതെ നനയ്ക്കണം, എല്ലാം വില കൂടിയ ഡ്രസ്സുകളാ. നീ കഴിഞ്ഞ ആഴ്ച എന്റെ ഒരു വൈറ്റ് ഷോളില് റെഡ് കളറാക്കി വെച്ചേക്കുന്നു, അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ നനച്ചോണേ തവണ. പിന്നെ ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ചേച്ചി, പിന്നെ എനിക്കൊരു 3000 രൂപ തരാവോ? അടുത്ത മാസത്തെ സാലറിന്ന് പിടിച്ചോ. 3000 രൂപയോ? 3000 രൂപയൊന്നും തരാൻ പറ്റത്തില്ല. നിനക്ക് കറക്റ്റ് ടൈമിൽ സാലറി ഒക്കെ കിട്ടുന്നില്ലേ? അത് മതി, അതിൽ കൂടുതലൊന്നും തരാൻ പറ്റത്തില്ല. ചേച്ചി, എന്റെ കൊച്ചിന് സ്കൂളിൽ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ചേച്ചിന്റെ അടുത്ത മാസം സാലറിന്ന് പിടിച്ചിട്ട് ബാക്കി പൈസ തന്നാ മതി. അങ്ങനെ ഒന്നും പറ്റില്ല. നിനക്കിപ്പൊ ഞാൻ 3000 രൂപ തന്നെന്നിരിക്കട്ടെ, നീ അടുത്ത മാസം ജോലിക്ക് വരാതിരുന്ന എന്റെ 3000 രൂപ പോകത്തില്ലേ? നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? നമ്മൾ അങ്ങനൊന്നും ചെയ്യത്തില്ല ചേച്ചി. ഞാൻ 2 വർഷമായില്ലേ ഇവിടെ ജോലിക്ക് വരുന്നു. ഇതുവരെ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്റെ ഭാഗത്തുനിന്ന് ചേച്ചിക്ക് ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ അങ്ങനെ ആരെയും ഒന്നും പറ്റിക്കാറൊന്നുമില്ല ചേച്ചി. എന്റെ കൊച്ചിനെ സ്കൂളിൽ ഫീസ് അടയ്ക്കാൻ വേറെ നിവർത്തിയില്ലാഞ്ഞിട്ട് ചോദിച്ചതാ. എന്തായാലും പൈസ തരാൻ പറ്റത്തില്ല. നീ വേഗം ഇതൊക്കെ തൂത്ത് വാരിയിട്ടിട്ട് വന്ന് തുണി കഴുകാൻ നോക്ക്. രമേ, നീ തുണി വിരിക്കുവാണോ? നിന്റെ പണിയൊക്കെ കഴിഞ്ഞോ? ഇല്ല ചേച്ചി, ഇനി തുടച്ചിടണം. അതോട് കഴിഞ്ഞ പണി തീർന്നു. നീ എന്നോട് കഴിഞ്ഞ ദിവസം 3000 രൂപ ചോദിച്ചില്ലായിരുന്നോ? ദേ അത് തരാൻ വന്നതാ. നീ ഇത് കൊണ്ടേ കൊച്ചിന്റെ ഫീസ് അടയ്ക്ക്. ഇനിയിപ്പൊ ഫീസ് അടയ്ക്കാത്തോണ്ട് കൊച്ചിന്റെ പഠിത്തം മുടങ്ങണ്ട. ഞാനിവിടുത്തെ ചേച്ചിയോട് ചോദിച്ചായിരുന്നു. അപ്പം സാലറി അഡ്വാൻസ് തരാൻ പറ്റില്ലെന്നാ ചേച്ചി പറഞ്ഞത്. ഇതിപ്പം വലിയ ഉപകാരമായി. ഞാൻ അടുത്ത മാസം സാലറി കിട്ടുമ്പം ഉടനെ തന്നെ തിരിച്ചു തന്നേക്കാം. നീ സാവധാനം അപ്പൊ തന്നാ മതിയെന്നേ. നിന്റെ പണി നടക്കട്ടെ. എങ്കിൽ ശരി. ചേട്ടാ, ഒരു നാരങ്ങ വെള്ളം. എത്രയാ? 30 രൂപ. ഇതെന്താ? എന്റെ പേഴ്സിൽ ആകെ 100 രൂപയുള്ളൂ. ഇതിനകത്ത് ഞാൻ 3000 രൂപ വെച്ചതാണല്ലോ. അതെവിടെ പോയി? എടി രമേ, എന്താ ചേച്ചി? നീ ആള് കൊള്ളാലോ. പൈസ ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ നീ അങ്ങ് കേറി മോഷ്ടിക്കുവല്ലേ? ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? മോഷ്ടിച്ചെന്നോ? ആര്? ഞാനോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചേച്ചി. നീയല്ലേ എന്റെ പേഴ്സിലിരുന്ന 3000 രൂപ എടുത്തത്? അയ്യോ ചേച്ചി, ഞാൻ ചേച്ചിയുടെ പേഴ്സിൽ നിന്ന് പൈസ എടുക്കാനോ? ഒരിക്കലും ഇല്ല ചേച്ചി. നീ കൂടുതൽ അഭിനയിക്കല്ലേ. എവിടെ നിന്റെ ബാഗ്? എവിടെ? ഇതല്ലേ നിന്റെ ബാഗ്? നോക്കട്ടെ. ഇതെന്തുവാടി ഇത്? 1000, 2000, 3000. എന്തുവാടി ഇത്? ഇതെന്റെ പേഴ്സിലിരുന്ന 3000 രൂപയല്ലേ? നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി എന്റെ പേഴ്സിൽ നിന്ന് പൈസ എടുക്കാൻ? അയ്യോ ചേച്ചി, ചേച്ചി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുവാ. ഇത് ഞാൻ ചേച്ചിയുടെ പേഴ്സിൽ നിന്ന് എടുത്ത പൈസയല്ല. ഇതെനിക്ക്. നീ കൂടുതലൊന്നും പറയണ്ട. ഇന്നത്തോടു കൂടി നിർത്തിക്കോണം നിന്റെ ഈ സേവനം. നിന്റെ സേവനേ ഇനി ഈ വീട്ടിൽ ആവശ്യമില്ല. ഇറങ്ങിക്കോണം ഇന്നിപ്പൊ ഈ വീട്ടിൽ നീ നിമിഷം. ചേച്ചി അങ്ങനെ പറയല്ലേ. എനിക്കൊന്നും കേക്കണ്ട. പേരും കള്ളി. അർച്ചനെ, മനുവൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. കുറച്ച് ചോക്ലേറ്റ് കൊണ്ടുതരാൻ വന്നതാ. ഇതാ. ആ, ആളിഞ്ഞ് എത്തിയോ? എപ്പോഴാ ചേച്ചി വന്നത്? ഇന്നലെ വൈകിട്ട് വന്നു. അല്ല അർച്ചനെ, ഇപ്പൊ രമ പണിക്കൊന്നും വരുന്നില്ലേ? അവളെ കുറച്ചു ദിവസമായിട്ട് പുറത്തോട്ടൊന്നും കാണുന്നില്ലല്ലോ. ആ, ചേച്ചി അപ്പൊ കാര്യമൊന്നും അറിഞ്ഞില്ലായിരുന്നോ? ഞാനങ്ങ് പറയാൻ വിട്ടുപോയി. അയ്യോ, അതെന്ത് പറ്റി അർച്ചനെ? അവളെന്നോടേ സാലറി അഡ്വാൻസ് ചോദിച്ചായിരുന്നു 3000 രൂപ. ഞാൻ കൊടുത്തില്ല. അതിന്റെ വാശിക്ക് അവൾ എന്റെ പേഴ്സ് തുറന്നേ 3000 രൂപ മോഷ്ടിച്ചു ചേച്ചി. എന്റെ എന്തോ ഭാഗ്യത്തിന് കയ്യോടെ ഞാൻ അവളുടെ പേഴ്സിൽ നിന്ന് അതങ്ങ് പൊക്കി. അപ്പൊ തന്നെ ഞാൻ അവളെ ജോലിന്ന് പറഞ്ഞു വിട്ടു. അതെ അർച്ചനെ, നീ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോ കാര്യങ്ങള്. നീ വെറുതെ അവളെ തെറ്റിദ്ധരിച്ചതായിരിക്കും.
ഞാൻ അവളുടെ കൊച്ചിന് ഫീസ് അടയ്ക്കാൻ വേണ്ടി 3000 രൂപ കഴിഞ്ഞ ആഴ്ച അവളുടെ കൈ കൊടുത്തായിരുന്നു. ചിലപ്പോ അതായിരിക്കും നീ കണ്ടത്. നീ ചാടിക്കേറി ഓരോ തീരുമാനങ്ങളൊന്നും എടുക്കണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നില്ല രമ അങ്ങനെ ഒരാളാണെന്ന്. ഞാൻ എന്റെ മനസ്സിൽ തോന്നിയത് പറഞ്ഞതേ ഉള്ളൂ. നീ ഇരുന്നൊന്ന് ആലോചിക്ക്. ശരി അർച്ചന. നീ അവിടെ നിന്ന് നിന്നേ. എന്താ മമ്മി? നീ കഴിഞ്ഞ ആഴ്ച എന്റെ പേഴ്സിൽ നിന്ന് കാശ് വല്ലതും എടുത്തായിരുന്നോ? ആ, ഞാൻ എടുത്തായിരുന്നു 3000 രൂപ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിട്ട്. മമ്മിയോട് പറയാൻ വിട്ടുപോയി. എന്നിട്ട് നീ എന്ത് ഈ കാര്യം എന്നോട് പറയാത്തത്? ശേ, വെറുതെ ഞാൻ ആ രമേനെ സംശയിച്ചു. എന്തൊക്കെ പറഞ്ഞു, വായി വന്നതെല്ലാം വിളിച്ചു പറഞ്ഞു. കഷ്ടായിപ്പോയി. രമേ, അയ്യോ, ചേച്ചി എന്താ ഇവിടെ? ചേച്ചി ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങ് വരുമായിരുന്നല്ലോ. നീ എന്നോട് ക്ഷമിക്ക് രമേ. ഞാൻ നിന്നെ വെറുതെ തെറ്റിദ്ധരിച്ച് അന്ന് വായി വന്നത് എന്തൊക്കെയോ നിന്നെ വിളിച്ചു പറഞ്ഞു. നീ എന്നോട് ക്ഷമിക്ക്. പിന്നെയാ നീ നിരപരാധിയാന്ന് എനിക്ക് മനസ്സിലായത്. അയ്യോ ചേച്ചി, അതൊന്നും സാരമില്ല. ഞാനതൊക്കെ അപ്പോഴേ മറന്നു. ഇതാ, ഞാൻ നിന്റെ കയ്യിൽ നിന്ന് മേടിച്ച 3000 രൂപ. നീ പഴയതൊന്നും മനസ്സിൽ വെച്ചേക്കരുത്. നാളെ തൊട്ട് നീ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ ജോലിക്ക് വരണം. ശരി രമേ.